പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചുവന്ന ഗ്രഹമായ ചൊവ്വയെക്കുറിച്ചുള്ള ഒരു കഥ കേൾക്കൂ. മംഗളപേടകം. ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ട് വിവാഹം വൈകും. അപ്പുക്കുട്ടൻ്റെ ജാതകം നോക്കി ജ്യോത്സ്യൻ കിട്ടുണ്ണി ആശാൻ പറഞ്ഞു. അപ്പുവിൻ്റെ ബാല്യകാല സുഹൃത്തായ അഞ്ജുവിനുമുണ്ട് ചൊവ്വാദോഷം. ചൊവ്വാദോഷം മാറ്റാൻ നോക്കാതെ നമുക്ക് ചൊവ്വയിൽ പോയാലോ? അപ്പു ചോദിച്ചു. അത് നല്ല കാര്യം അപ്പൂട്ടാ. ചൊവ്വ നമ്മെ കീഴടക്കും മുമ്പ് നമുക്ക് ചൊവ്വയെ കീഴടക്കാം. അഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, ചൊവ്വയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. ഞാനും കാര്യമായി പറഞ്ഞതാണ്. പുലിയെ അതിൻ്റെ മടയിൽ പോയി നേരിടണമെന്ന് പറഞ്ഞ പോലെ റോക്കറ്റിൽ കയറി ചൊവ്വയിൽ ചെന്ന് ആ ഗ്രഹത്തിനെ കീഴ്പ്പെടുത്താം. അവരുടെ കൂട്ടുകാരനായ കിച്ചുവും കൂടെ കൂടി. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന അശോകേട്ടൻ്റെ സഹായത്തോടെ അവരൊരു പേടകമുണ്ടാക്കാൻ ആരംഭിച്ചു. പഴയ വാഹനങ്ങളുടെ ഭാഗം ചേർത്ത് അവർ വലിയൊരു പേടകമുണ്ടാക്കി. പേടകം കണ്ട അഞ്ജു ചോദിച്ചു, ചൊവ്വ വരെ 33.9 ദശലക്ഷം മൈൽ, അത്രയും ദൂരം ഇതിൽ പോകാനോ? ചൊവ്വാദോഷമുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, നമുക്ക് വളരെ വേഗം അവിടെ എത്താൻ കഴിയും, അപ്പു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പഴയ സ്കൂട്ടർ എൻജിൻ, 2 എക്സോസ്റ്റ് ഫാനുകൾ, ഒരു ടേബിൾ ഫാൻ ലീഫ്, പിന്നെ ചില ലൈറ്റുകൾ, ഇതെല്ലാം ചേർത്ത് അവർ മംഗളപേടകമുണ്ടാക്കി. മംഗളയാൻ പോലെ നമ്മുടെ പേടകത്തിന് മംഗൾ 007 എന്ന് പേര് കൊടുക്കാം. അങ്ങനെയങ്ങ് ഓടിച്ചെന്ന് കീഴടക്കാൻ പറ്റുന്നതാണോ ഒരു ഗ്രഹം? അതും ചൊവ്വ. നമുക്കതിനെക്കുറിച്ച് പഠിക്കണ്ടേ? നിരവധി പുസ്തകങ്ങൾ അവർ റെഫർ ചെയ്തു. പലതരം വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ചു. ചൊവ്വയെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കുന്നു. സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹമാണ്. ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിൻ്റെ ഓക്സൈഡാണ്. ചൊവ്വയ്ക്കുള്ള 2 ഉപഗ്രഹങ്ങൾ ഫോബോസ്, ഡീമോസ്. ചൊവ്വയിലെ ഒരു വർഷം 687 ഭൂമി ദിവസങ്ങളാണ്. ഏകദേശം കുറഞ്ഞ ദൂരം 33.9 ദശലക്ഷം മൈൽ. അഞ്ജു ആവേശത്തോടെ പറഞ്ഞു. ചൊവ്വയിലിറങ്ങിയാൽ മാധ്യമങ്ങൾ നമ്മളെ അപ്പുനോട്ട്, അഞ്ജുസ്ട്രോണോട്ട് എന്നൊക്കെ വിളിക്കുമല്ലേ? അപ്പു ഉടനെ മറുപടി നൽകി. പേരൊന്നും മാറിയില്ലെങ്കിലും വേണ്ടില്ല, ചൊവ്വാദോഷം മാറിയാൽ മതിയായിരുന്നു. കിച്ചുവിൻ്റെ സഹായത്തോടെ അവർ പേടകം കുന്നിൻ മുകളിൽ എത്തിച്ചു. എന്നിട്ട് സന്നാഹങ്ങളോടെ അതിനകത്ത് കയറി. ശൂന്യാകാശത്ത് പോകാനുള്ള വസ്ത്രമൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് പഴയ 2 മഴക്കോട്ടുകൾ ധരിച്ചു. കുടിക്കാനുള്ള വെള്ളവും ആഹാരവും സ്കൂൾ ബാഗിലാണ് ശേഖരിച്ചത്. കിച്ചു നൽകിയ നിർദ്ദേശമനുസരിച്ച് പേടകം സ്റ്റാർട്ട് ചെയ്തു. മംഗളദേശ യാത്ര മംഗളമാകട്ടെ, മംഗളപേടകം ഉയരട്ടെ എന്ന മുദ്രാവാക്യത്തോടെ വാഹനം മുന്നോട്ട് നീക്കി. 3, 2, 1 ചൊവ്വ ദോഷം മാറട്ടെ, ചൊവ്വയെ നമ്മൾ കീഴടക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. കടപട ശബ്ദത്തോടെ വാഹനം സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങി. നേരെ ചുവന്ന മണ്ണിലേക്ക് ഇറങ്ങി. അപ്പോ നമ്മൾ ചൊവ്വയിൽ. അഞ്ജു, നമ്മളിപ്പോൾ ചൊവ്വാദോഷക്കാരല്ല, ചൊവ്വയെ കീഴടക്കിയവർ എന്ന് പറഞ്ഞ് അവർ ചുവന്ന മണ്ണിൽ ഒരു പതാക കുത്തിവെച്ചു. ചൊവ്വാദോഷക്കാരുടെ രാജ്യം, അവരുടെ വാഹനം ശരിക്ക് എത്തിച്ചേർന്നത് മലയുടെ താഴേക്കാണ്. ഭാഗ്യത്തിന് അപകടമൊന്നും പറ്റാതെ മണ്ണെടുപ്പുകാർ മണ്ണെടുത്ത് നീക്കിയ ഭാഗത്ത് ചെന്ന് നിന്നു. അവരുടെ ആ ചൊവ്വാഗ്രഹത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചുവന്ന പട്ടിയും വെളുത്ത പട്ടിയുമായിരുന്നു. അവർ അവയ്ക്ക് ഫോബോസ് എന്നും ഡീമോസ് എന്നും പേരിട്ടു. എന്നിട്ട് അവരെയും വാഹനത്തിൽ കയറ്റി. അവർ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് ചട്ടിയിലാക്കി വാഹനത്തിൽ വച്ചു. ഒരുവിധം ആ വാഹനം തള്ളിക്കൊണ്ട് വീട്ടിലെത്തി. ചൊവ്വയിൽ നിന്ന് ശേഖരിച്ച മണ്ണുമായി ജ്യോത്സ്യന് സമീപം ചെന്ന് പറഞ്ഞു, ജ്യോത്സ്യരമ്മാവ, ഞങ്ങൾ ചൊവ്വയെ കീഴടക്കി. ചുവന്ന ഗ്രഹത്തിൽ നിന്നുള്ള ചുവന്ന മണ്ണുമായി വന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഞങ്ങളുടെ ചൊവ്വാദോഷം മാറിയില്ലേ? കുട്ടികൾ പറഞ്ഞത് എന്തെന്ന് ജ്യോത്സ്യന് മനസ്സിലായില്ല. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജ്യോത്സ്യൻ പറഞ്ഞു, എല്ലാം ഒരു സങ്കല്പമല്ലേ? സങ്കല്പിച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ സങ്കല്പത്തിൽ ചൊവ്വയിൽ പോയല്ലോ. അപ്പോൾ ഇനി ചൊവ്വാദോഷം ഉണ്ടാവില്ലായിരിക്കും. അത് കേട്ട് അപ്പുവും അഞ്ജുവും സന്തോഷത്തോടെ തുള്ളിച്ചാടി. കൂടെ ഉപഗ്രഹങ്ങളായ ഫോബോസും ഡീമോസും.